ആ ചിരിയൊക്കെ കിട്ടണം. ദാസേട്ടനോട് ചോദിക്കുന്ന അതുപോലത്തെ ചോദ്യം ചോദിച്ചാൽ മതി. രേണു ചേച്ചിയുടെ ഫേസിലാ സാധനം പറഞ്ഞേ, ദാസേട്ടനെ എടുക്കുന്നില്ല. രേണു ചേച്ചി ഭയങ്കര ഒരു റൊമാൻസ് നാണം. ആ ചിരിയൊക്കെ കിട്ടണം. ദാസേട്ടനോട് ചോദിക്കുന്ന അതുപോലത്തെ ചോദ്യം ചോദിച്ചാൽ മതി. ആക്ഷൻ. ദാസേട്ടൻ കുറച്ചുകൂടെ ഉള്ളിന്ന് ചോദിക്കേ. ആ ദാസേട്ടൻ ചോദിക്കുന്ന അനുസരിച്ചല്ലേ എക്സ്പ്രഷൻ ഇടാൻ പറ്റുള്ളൂ. എന്റെ പൊന്നും മക്കളെ, ഇന്നലെ മുതൽ എന്നോട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്റെ പൊന്നു ചേട്ടാ ഞങ്ങൾ രേണുവിന്റെ കൂടെ ആയിരുന്നല്ലോ, രേണുവിനെ സപ്പോർട്ടായിരുന്നല്ലോ, രേണുവിനെ എന്തിനാണ് പിന്നെ ഇങ്ങനെ പറയുന്നതെന്ന്. ഞാൻ എന്താ പറഞ്ഞത് ഇന്നലെ വീഡിയോയിൽ നിങ്ങൾ കണ്ടതാണോ? അതായത് അച്ഛനുമായിട്ടുള്ള പ്രശ്നങ്ങൾ രമ്യതയിൽ തീർക്കണം, അതിന് വക്കീൽ നോട്ടീസ് തിരിച്ചയക്കുകയല്ല വേണ്ടത്. അച്ഛനുമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അച്ഛനുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ. എന്തിനാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോട്ടീസ് അയച്ച് കളിക്കുന്നത്? നിങ്ങൾക്കൊന്നുമില്ലാത്ത സമയത്ത് കുറച്ച് ഭൂമി തരാൻ ഒരു നല്ല മനസ്സ് കാട്ടിയ ഒരു വ്യക്തിയല്ലേ ബിഷപ്പ്. അതുകൊണ്ട് തന്നെ ബിഷപ്പിനെ വേദനിപ്പിക്കാതെ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തിട്ട് മുന്നോട്ട് പോകുക. അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടും അത് മാത്രവുമല്ല, രേണു സുധി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളൊന്നും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയോടെ. ചില കാര്യങ്ങളൊക്കെ ഇപ്പം തന്നെ രേണു സുധി ഈ ഒരു സംഭവത്ത് പറയുന്നൊരു കാര്യമുണ്ട്, നാണവും മാനവും ഇല്ലാത്ത എന്നോടാണോ ദാസ പറയുന്നത് എന്ന് പറഞ്ഞ പോലെ. മനസ്സിലാക്കണം നിങ്ങൾ. ഇതിപ്പോഴെന്ന് പറഞ്ഞാൽ അവരുടെ ഷൂട്ടോ കാര്യങ്ങളോ എന്തോ ആണ്, അതൊക്കെ എന്തോ ആയിക്കോട്ടെ, അതൊന്നും നമുക്ക് പ്രശ്നമേ അല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അതൊക്കെ എന്ന് പറഞ്ഞാൽ വരുമാനം തന്നെയാണ്. ഈ വരുമാനത്തിന്റെ ഇടയിലും ഇങ്ങനെയുള്ള ചില ആൾക്കാരെയൊക്കെ കൂട്ടിയിട്ട് ഇവര് അച്ഛനെതിരെ പറയുന്നത് ശരിയല്ല. അച്ഛനുമായിട്ടുള്ള പ്രശ്നം അവിടെ തീർത്തിട്ട് ഇനി അച്ഛനെ ഞങ്ങളൊന്നും പറയില്ല എന്ന് തീർത്ത് പറഞ്ഞിട്ട് വരുന്നതിന് പകരം ഇവരെന്താണ് ചെയ്യുന്നത്? ഓരോ ദിവസവും ഇങ്ങനെ പ്രകോപിപ്പിച്ചു കൊണ്ടേയിരിക്കുമല്ലേ. എന്തിനാണ് ഇങ്ങനെ പ്രകോപിപ്പിക്കുന്നത്? അദ്ദേഹം ഒരു പള്ളിയിൽ ഒരു അച്ഛനല്ലേ, അദ്ദേഹം സാധാരണ ഒരു ബിസിനസ്സുകാരനോ അല്ലെങ്കിൽ ഒന്നും അല്ലല്ലോ. അങ്ങേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാവപ്പെട്ട കുടുംബത്തിന് കൊടുക്കണം എന്ന് വിചാരിച്ചാൽ അങ്ങനെ കൊടുത്തതല്ലേ. എന്നിട്ട് അങ്ങേരെ വെറുതെ നമ്മൾ ഇതിൻ്റെ അകത്ത് വലിച്ചിട്ട് ഇങ്ങനെ അലക്കി വലിച്ച് ഇതായിക്കൊണ്ടിരിക്കണം. അപ്പൊ ഇപ്പൊ നിങ്ങൾ കാണുന്നില്ല, ഇപ്പൊ ഞാൻ കാണിച്ചു തന്ന ഒരു സീനുണ്ടല്ലോ, അതൊക്കെ എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ വേണ്ടിയിട്ട് പല വേഷങ്ങളും കെട്ടും ആൾക്കാർ. അത് ശരി തന്നെയാണ്, അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ അകത്ത് പറയുന്ന ചില കാര്യങ്ങളൊക്കെ ക്യാമറയിൽ ഒപ്പിയെടുക്കുന്നുണ്ട് എന്നുള്ളൊരു വിചാരം വേണം. എന്താണെന്ന് വെച്ചാൽ നാണവും മാനവും പോയ എനിക്കോ, അതിൻ്റെ അർത്ഥം എന്താണ് ശരിക്കും പറഞ്ഞ് എനിക്ക് മനസ്സിലാകുന്നില്ല. നാണവും മാനവും പോവാന്ന് പറഞ്ഞ് എന്താണോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ മരിച്ചുപോയി എടുത്തിട്ടുണ്ടല്ലോ, അവനെ ശരിക്കും പറഞ്ഞാൽ വെല്ലുവിളിക്കുന്ന പോലെയായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതായത് അവൻ കാരണമാണ് ഇനി നാണവും മാനവും പോയത് എന്നുള്ള ഇതില് പറയുമ്പോൾ കുറച്ചൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ ആൾക്കാർ വന്ന് പറയുന്നത് എന്താ, അയ്യോ രേണു സുധീനെ എന്തിനായിട്ടാ തള്ളിപ്പറഞ്ഞ്. എൻ്റെ പൊന്നു സഹോദരങ്ങൾ, ഞാൻ ഒരാളെയും തള്ളിപ്പറയില്ല, ഞാൻ ഒരാളുടെയും അടിമയോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇപ്പൊ രേണു സുധി എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ അനുസരിച്ച് കൊടുക്കണം. കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ അച്ഛനോടനെ ഞാൻ പറഞ്ഞിട്ടില്ലേ, അച്ഛനെ ഞാൻ വിമർശിച്ചിട്ടുണ്ട്, അച്ഛൻ ഇങ്ങനെയുള്ള കാര്യം പിന്മാറണമെന്ന് അച്ഛനോടനെ പറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യത്തിലും അടിമത്വം സ്വീകരിക്കാൻ കഴിയില്ല, ഉള്ളത് തുറന്നു പറയും. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പം ഞാനിങ്ങനെ സോഷ്യൽ മീഡിയ നോക്കുമ്പോഴാണ് ഈ ഒരു റീല് കണ്ടത്. ഇത് കണ്ടപ്പോഴേ വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എന്താ വെച്ചാൽ അവർ റീല് കളിക്കുന്നതോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഷൂട്ടിങ്ങോ ഇതൊന്നും നമുക്ക് പ്രശ്നമല്ല. പക്ഷെ നാണവും മാനവും ഇല്ലാതെ എനിക്ക് എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ്, അതാണ് എനിക്കറിയേണ്ടത്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് കമൻറ്റുകളും കാര്യങ്ങളൊക്കെ രേണു ഈയിടെയായിട്ട് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഒരു വളരെ മോശമായ ഒരു പ്രവണത തന്നെയാണ്. പിന്നെ എല്ലാ കാര്യത്തിലും ഞാൻ പറഞ്ഞല്ലോ, രേണു ചെയ്യുന്ന എല്ലാ കാര്യത്തിലും അവരെ പിന്തുണക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, രേണു പറയുന്ന എല്ലാ കാര്യത്തിനും രേണുവിനെ നമുക്ക് പിന്തുണക്കാൻ കഴിയില്ല. നമ്മൾ അടിമയൊന്നല്ലല്ലോ ആരതും. കാര്യങ്ങളൊക്കെ പറയും. എനിക്ക് രേണുവിനോട് ദേഷ്യമില്ല, അല്ലെങ്കിൽ പള്ളിയിലെ അച്ഛനോട് ദേഷ്യമില്ല, രേണുവിന് വീട് കൊടുത്ത ഫിറോസിനോട് ദേഷ്യമില്ല, എനിക്ക് ആരോടും ദേഷ്യമില്ല. ഞാൻ ആരുടെയും അടിമയല്ല. ഞാൻ ആര് പറയുന്നതും കേൾക്കത്തില്ല. ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയും. അതായത് നമുക്ക് എന്താണ് തോന്നുന്ന അഭിപ്രായങ്ങൾ അത് കൃത്യമായിട്ട് തുറന്നു പറയും. അത് ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രേണുവിനെ പിന്നെ പറയുന്നത് കാണുമ്പോൾ അത് നിങ്ങൾ കേൾക്കുമ്പോൾ അത് നല്ലതായിട്ട് തോന്നും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ ഒരാളുടെയും അടിമയോ അല്ലെങ്കിൽ വേറെ ഒന്നുമല്ല. അവരെ സപ്പോർട്ട് ചെയ്യണം. ചേട്ടാ എന്തുകൊണ്ട് രേണുവിന് ഇപ്പോൾ സപ്പോർട്ട്, അങ്ങനെ ഒരാളെ മാത്രം സപ്പോർട്ടിങ്ങിൽ അവർ ചെയ്യുന്ന നല്ല കാര്യവും മോശം കാര്യവും എല്ലാം പറയൂ, നല്ല കാര്യങ്ങളെല്ലാം പറയൂ. ഇപ്പം അവർ ആ വേഷം കെട്ടി നിന്ന് അവർ ആ റീല് കളിക്കുന്നതിനോട് എനിക്കൊരു കുഴപ്പമില്ല.
എനിക്കെന്താ വെച്ചാൽ വളരെ സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ അവരവർ ജീവിക്കാൻ വേണ്ടിയിട്ട് അവർ തൊഴിൽ ചെയ്യുന്നു, അവർ ചെയ്യട്ടെ. അത് കാണാനുള്ളതുകൊണ്ടല്ലേ അവരങ്ങനെ ചെയ്യുന്നത്. കാണാൻ ആളില്ലെങ്കിൽ ഇവരൊന്നും ഇത് ചെയ്യത്തില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ കാഴ്ചക്കാരുടെ എണ്ണം കൂടുന്നത് കൊണ്ട് തന്നെയാണ് ഇവരെല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഇതൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് വേഷമൊക്കെ ഇങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി കാഴ്ചക്കാരെ കിട്ടും, കുറച്ചുകൂടി തെറി പറയുന്നവരെ കിട്ടും. ഇത് തന്നെയാണ് അവർക്കും വേണ്ടത്, അല്ലാതെ വേറെ ഒന്നുമല്ല. അതുകൊണ്ട് ഞാൻ പറയാണ്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരിക്കലും എന്നോട് ചോദിക്കരുത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പോഴും വിട്ടുപോയത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പോഴും രേണുസുധിയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാതെ. രേണുസുധി എന്നല്ല, എല്ലാവരെയും നമ്മൾ നല്ലത് ചെയ്താൽ നല്ലത് എന്ന് പറയും, മോശം ചെയ്ത് കഴിഞ്ഞാൽ മോശം എന്ന് പറയും. അതാണ് മനസ്സിലാക്കേണ്ടത്. അല്ല നമുക്കിങ്ങനെ ഓരോ ആൾക്കാർ പറഞ്ഞു തരുന്ന പോലെയൊന്നല്ല നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ. ഒരാൾ രാവിലെ വിളിച്ചു പറയുന്നത് ചേട്ടോ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന്, അതല്ല എൻ്റെ വീഡിയോ. എൻ്റെ വീഡിയോ വെറൈറ്റിയാണ്. മറ്റവൻ പറഞ്ഞത് തന്നെ പറയാൻ എന്നെ കിട്ടത്തില്ല. ഞാൻ ഒരുത്തൻ്റെയും കാലിൻ്റെ കീഴിൽ പോയി കിടക്കുന്നവനല്ല. ഒരുത്തൻ ഇങ്ങനെ വന്നിട്ട് മറ്റവനെ ചീത്ത പറയുമ്പോൾ ഞാനും അതേപോലെ തന്നെ പറയണമെന്ന് പറഞ്ഞ് എനിക്കതിന് കഴിയില്ല. എനിക്ക് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്നെ നിയന്ത്രിക്കുന്നത് ഞാൻ തന്നെയാണ്. അല്ലാതെ എൻ്റെ പുറകിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അയ്യോ ചേട്ടാ ഇതൊന്ന് ഈ വീഡിയോ ഒന്ന് കാണിച്ചിട്ട് ഇത് ശരിയാണോ ഞാൻ പബ്ലിഷ് ചെയ്യട്ടെ അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഞാൻ അങ്ങനെ ചോദിക്കാൻ ഇടയും വരുത്തിയിട്ടില്ല. എൻ്റെതൊന്നൊക്കെ പറഞ്ഞ് എൻ്റെ പ്രോഡക്റ്റ് എൻ്റെ ഓൺ പ്രോഡക്റ്റാണ്, ഞാൻ തന്നെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. പക്ഷെ ചില ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരാളെ ഇപ്പോഴും നല്ല രീതിയിൽ ഊക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ അവർ ശരിക്കും പറഞ്ഞാൽ അവനെ നശിപ്പിച്ച് പൊട്ടിച്ച് കളിയും. അതുവരെ പുറകെ നടക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഇതുവരെ അങ്ങനെയൊന്നും പോയിട്ടില്ല. ഞാൻ ഒരാളെയും പൊട്ടിക്കാനോ അല്ലെങ്കിൽ ഒരാളെയും പിന്നെ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ വലിച്ചു കയറാനോ നമ്മൾ പോകാറില്ല. നമ്മളെന്ന് പറഞ്ഞാൽ എൻ്റെതായ ഒരു കാര്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന പോലെ ഒരാളെയും ഞാനെങ്ങനെ എടുത്ത് തലയിൽ വെക്കാനും പോക്കില്ല, താഴെ ഇടാനും പോക്കില്ല. രേണുസുധിയെ തന്നെ ഞാൻ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്, ഒരുപാട് നല്ലത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുക? അതൊന്നുമില്ല. ഇന്നലെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞ് ഇന്നലെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞാണ്, ആ ഒരു പ്രശ്നം തീർക്കണം. അത് മോശമാണ്. കാരണം അതൊരു മോശമല്ലേ. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോട്ടീസ് അയച്ച് കളിക്കുന്നതിന് പകരം ഇനി അച്ഛനെ പറ്റിയിട്ട് ഞങ്ങൾ ഒന്നും പറയില്ല, അച്ഛൻ എനിക്കൊരു മാപ്പ്, എനിക്ക് തെറ്റ് പറ്റിപ്പോയി എന്നുള്ള ഒരു വാക്ക് മാത്രം മതി. അതിന് ഇവിടെ ഒരു വലിയ പ്രശ്നമൊന്നും അല്ലാതെ ഒന്നുമില്ലെങ്കിലും തന്നെ അങ്ങനെ ഒരു പുരോഹിതനല്ലേ. ആ ഒരു ഇത് വെച്ചിട്ടെങ്കിൽ നമ്മളങ്ങനെ പറഞ്ഞാൽ മതി. ആ പറഞ്ഞു കഴിഞ്ഞാൽ തീരേണ്ട പ്രശ്നമേ ഉള്ളൂ. അല്ലാതെ എന്ന് പറഞ്ഞ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ പറയുന്നുണ്ട്, ആരെയും ഇറക്കി വിടാനോ അല്ലെങ്കിൽ വേറൊരു തരത്തിലൊന്നും എനിക്ക് ആഗ്രഹമില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള ഒരു മനുഷ്യനെ നമ്മൾ എന്തിനാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ നമ്മളെ തുള്ളിക്കാൻ ആൾക്കാരുണ്ടാവും. എടി അച്ഛനോട് നീ ഇങ്ങനെ പറയടി, അച്ഛനെ നീ ഇങ്ങനെ നോട്ടീസ് കൊടുക്കടി എന്നൊക്കെ പറയാനും നമ്മളെ തുള്ളിക്കാനൊക്കെ ആൾക്കാർ ചവറ് പോലെ ഉണ്ടാവും. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സഹായിച്ചവരാണ് അവര്. അന്നൊന്നും ഈ തുള്ളിക്കുന്നവനോ അല്ലെങ്കിൽ മറ്റുള്ളവനോ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ തുള്ളിക്കുന്നവനൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റാറ്റസ് കിട്ടിയപ്പോഴും വന്നതാണ്. അല്ലാതെ എന്ന് പറഞ്ഞാൽ നമ്മളെ മുന്നേ സഹായിക്കാൻ വേണ്ടി വന്നവരാണോ ഇവിടെ കൂടിയുള്ളവർ? ഇപ്പൊ കഴിഞ്ഞ കൊല്ലം കയറ്റ സുധീന്റെ ആണ്ടിനെ വിളിച്ചവർ ഏതെങ്കിലും ഒരുത്തൻ സുധിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തവനാണോ? സുധിക്ക് വേണ്ടി ചെയ്തവരൊക്കെ ഒരാളെ പോലും വിളിച്ചിട്ടില്ല. സുധിയെ അറിയുകയും കൂടി ചെയ്യാത്ത, അല്ലെങ്കിൽ സുധി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഉള്ളപ്പോഴേ ഒരിതും ചെയ്യാത്ത കുറേ എണ്ണത്തിനെ വിളിച്ചു കൊണ്ടുവന്നിട്ട് കോപ്രായ ഡാൻസുകളാണ് അന്ന് കളിച്ചത് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ രേണുവിനെ നല്ല രീതിയിൽ വിമർശിക്കും, നല്ല രീതിയിൽ പറയും. അതാണ്. അപ്പോൾ എന്ത് വേണമെങ്കിലും കളിച്ചോ, ഇനി പിന്നെ എന്താ പറയുക നാണം മാനവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇനി അങ്ങനെയും കളിച്ചോ, ഒന്നും നമുക്ക് വിഷയമല്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ വയറ്റപ്പഴപ്പിന് വേണ്ടിയിട്ട് എന്ത് കാണിച്ചു കഴിഞ്ഞാലും സോഷ്യൽ മീഡിയയിൽ കാണാൻ ആൾക്കാരുണ്ടാവും. പ്രത്യേകിച്ച് രേണു എന്ന് പറയുന്ന ഒരു സെലിബ്രിറ്റിയാണ്. രേണു എന്ന് പറയുന്നത് ബിഗ് ബോസിന്റെ എന്ന് പറഞ്ഞിട്ട് വലിയൊരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ മഞ്ജു വാര്യർ കഴിഞ്ഞാൽ വലിയൊരു നടിയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ബൈ ബൈ.